കലോത്സവ നഗരിയിൽ ചൂട് കനക്കുമ്പോൾ തൃശൂരിന്റെ തനതു മധുരം മത്സരാർത്ഥികളെയും കാഴ്ചക്കാരെയും തണുപ്പിക്കുകയാണ്. ദാഹശമനത്തിനപ്പുറം ഔഷധ ഗുണമുള്ള നറുനീണ്ടി സർബത്താണ് കലക്കൻ താരം. ഏറെ പ്രസിദ്ധമായ നറുനീണ്ടി സർബത്ത് തേടിയെത്തുന്നവരും കുറവല്ല. തൃശ്ശൂർ പൂരത്തിന്റെ ആവേശത്തിൽ എന്ന പോലെ കലയുടെ ആവേശത്തിലുമാണ് ഈ ദിവസങ്ങളിലെല്ലാം. കനത്ത വെയിലും ഈ പുറത്ത് ഈ കലോത്സവ നഗരിയെ ഇത്തരത്തിൽ ഇതിന്റെ ലഹരിയെ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്തായാലും നറുനീണ്ടി സർബത്തിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ എത്തുന്നത്. തൃശ്ശൂർ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നതും ഈ നറുനീണ്ടി സർബത്താണ്. ഈ ക്ഷീണം അകറ്റാൻ, അതുപോലെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയൊക്കെ നറുനീണ്ടി സർബത്താണ് ആളുകൾ കൂടുതൽ കഴിക്കുന്നത്. ചേച്ചി, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? പോകുന്നുണ്ട്, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്. ചൂട് കാലത്ത് ഈ നറുനീണ്ടി സർബത്തിന്റെ ഒരു ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണ്? ചൂട് കാലത്ത് തണുപ്പ് കിട്ടാൻ നല്ലതാണ്. നമ്മൾ ചൂടത്ത് നല്ല ബോർഡ് വരുമ്പം നല്ലൊരു തണുപ്പ് കിട്ടും. സുഖമായിട്ട് നല്ല ഉഷാറായിട്ട് പോവാം. കുഴപ്പമില്ല, നല്ലതാണ്. ആരോഗ്യപരമായിട്ട് ഇത് നല്ലതാണ്. ഇപ്പോൾ ബ്ലഡിനൊക്കെ വയറിനൊക്കെ നല്ലതാണ് സംഭവം കുടിക്കുന്നത്. അതെ, ഇവിടെ മറ്റൊരു ചേട്ടൻ കൂടിയുണ്ട്. എങ്ങനെയുണ്ട്? നല്ല ദാഹശമനിയാണ്. നല്ല ഇതുണ്ട്. ഞാൻ കണ്ണൂർക്കാരനാണ്. നല്ലൊരു അനുഭൂതിയാണ് ഇവിടെ വന്നപ്പോൾ നറുനീണ്ടി പാല് ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു പാനീയം കിട്ടുന്നത്. തൃശ്ശൂർ പോലും പോലെ ഏറ്റവും രുചികരമാണ് ഈ നറുനീണ്ടി സർബത്ത്. അതെ, ഏറ്റവും നല്ല രുചികരമായ ഒരു പാനീയം തന്നെയാണ് നറുനീണ്ടി സർബത്ത്. അതുപോലെ നിരവധി ആളുകളാണ് ഇവിടെ നറുനീണ്ടി സർബത്ത് കുടിക്കാൻ വേണ്ടി എത്തുന്നത്. കലോത്സവത്തിന്റെ ലഹരി അത് മുറുകുമ്പോൾ, ചൂട് മുറുകുമ്പോൾ നറുനീണ്ടി സർബത്തും ഇത്തരത്തിൽ ആവേശം ആവേശങ്ങൾ അതും ഒട്ടും കുറയാതെ ക്ഷീണമകറ്റി ആരോഗ്യപ്രദമായ ഒരു മുന്നോട്ടുള്ള ഇത്തരത്തിൽ മുന്നോട്ട് ക്ഷീണമൊക്കെ അകറ്റി നല്ല രീതിയിൽ മുന്നേറാൻ ഈ നറുനീണ്ടി സർബത്തിന് കഴിയും. അതിനുവേണ്ടി ഇവിടെ ആളുകൾ നിരവധിയാണ് എത്തിച്ചേരുന്നത്.